ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം നിരുന്ന ഒരാളെ അടുത്തൊരു സിനിമയിലേക്ക് വിളിക്കുക എന്നുള്ള അറിയത്തില്ല. പക്ഷെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ നൊമ്പരത്തിപ്പൂ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് എൻ്റെ പ്രൊഡക്ഷൻ്റെ ആൾക്കാർ വിളിക്കുന്നത്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. കാരണം ഒരു പ്രൊഡക്ഷൻ്റെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ വിളിക്കാൻ തക്കത ലെവലിലേക്ക് നമ്മളെ അല്ലെങ്കിൽ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലോ വിളിക്കുന്നത്. അങ്ങനെ അത് എൻ്റെ ക്യാമറാമാൻ എസ് കുമാറായിരുന്നു. അതിൻ്റെ ഒരു തുടക്കം മുതൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഗാന്ധിമതി ബാലനാണ് അത് നിർമ്മിച്ചിരുന്നത്. ബാലൻ ചേട്ടനെ എനിക്ക് ആ സമയത്ത് എനിക്ക് പരിചയമുണ്ട്. അന്ന് ഈ പഞ്ചവടി പാലവും മറ്റ് മലയാളത്തിലെ എണ്ണമറ്റ ഏറ്റവും നല്ല ഫിലിം പ്രൊഡക്ഷൻസ് ചെയ്ത ഒരു വലിയൊരു ബാനറായിരുന്നു ഗാന്ധിമതി ബാലൻ. ഇളന്തൂറുകാരനായ അദ്ദേഹം സിനിമയോടും കവിതകളോടും ഒക്കെ ഉള്ള ഒരു വലിയൊരു മോഹം മനസ്സിൽ സൂക്ഷിക്കുകയും അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഓരോ ആളും കൂടിയാണ്. എനിക്ക് ഈ അവസരത്തിൽ അദ്ദേഹം ഇന്നില്ല എന്നുള്ളത് വലിയ പ്രയാസം തോന്നിയൊരു കാര്യമാണ്. ഒരുപാട് ആത്മബന്ധം കൊണ്ടു നടന്നിരുന്ന ഒരാളും കൂടെയാണ്. പ്രത്യേകിച്ച് എൻ്റെ മുന്നോട്ടുള്ള വളർച്ചകളിൽ എൻ്റെ ചെറിയ പ്രായം തൊട്ട് എൻ്റെ കൂടെ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും എനിക്ക് അദ്ദേഹത്തിൻ്റെ മരണം അറിഞ്ഞതിനെക്കുറിച്ച് പോലും ഞാൻ ഓർക്കുമായിരുന്നു. ഞാൻ ആടുജീവിതത്തിൻ്റെ ഒരു പ്രൊമോഷണൽ ക്ലിപ്പ് അപ്പോൾ എൻ്റെ അടുത്ത് പറയും, നീ ഈ പടം ഒന്ന് ഇറക്കി, എനിക്കിത് കാണാൻ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമായിരുന്നു. അപ്പോൾ ആടുജീവിതത്തിൻ്റെ ഒരു പ്രൊമോഷണൽ ഒരു വീഡിയോ ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. രാവിലെ അയച്ചു കൊടുത്തു. കുറച്ച് കഴിയുമ്പോഴാണ് അദ്ദേഹത്തിൽ അത് സെൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ പിന്നീടാണ് അറിയുന്നത് അദ്ദേഹം യാത്രയായി എന്ന് അറിയുന്നത്. അപ്പം നൊമ്പരത്തിപ്പൂവിൽ അമൃത ഹോട്ടലിലാണ് ഞങ്ങൾ അസിസ്റ്റൻ്റ് ഡയറക്ടർമാരെയൊക്കെ താമസിക്കുന്നത്. ഇന്നും അന്നുമൊക്കെ വലിയൊരു പേര് കേട്ട ഒരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് അന്ന് ആണ് ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്ത് തുടങ്ങുന്നത്. എല്ലാ കാര്യവും നമ്മൾ പലപ്പോഴും നിസ്സാരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കോപ്പി ചെയ്ത് ഒരു പേപ്പർ എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായി എന്നെ പഠിപ്പിച്ച് തന്നത് പൂജപ്പുര രാധാകൃഷ്ണൻ ചേട്ടനാണ്. കാരണം ക്ലിപ്പ് ചെയ്യുമ്പോൾ ഈ പേപ്പറിനെ കിഴിക്കുമ്പോൾ എങ്ങനെയാണ് പേപ്പർ മടക്കിയത് ഞാൻ ഇപ്പോഴും കാണുമ്പോൾ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അടുത്ത് പറയാറുള്ള കാര്യമാണ്. എന്നെ ഒരു പേപ്പർ ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ച ആൾ താകളാന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ഒരു എഴുത്തുകാരൻ സാഹിത്യകാരൻ ഒരു തിരക്കഥ എഴുതുമ്പോൾ അതിൽ സാഹിത്യം ഉണ്ടാകണോ ചിലപ്പോൾ നിർബന്ധമില്ല. അപ്പം ഞാനൊന്നും എഴുതുന്ന എൻ്റെ ഒരു തിരക്കഥകൾക്കൊന്നും അങ്ങനെ പലപ്പോഴും ഞാൻ പലതും പൂർണ്ണമായിട്ട് എഴുതത്തില്ല. കാരണം ഞാൻ തന്നെ സംവിധാനം ചെയ്യുന്നവരായതുകൊണ്ട് എൻ്റെ ഒരു മടി കൊണ്ടോ ഒക്കെ ചിലപ്പോൾ ഞാൻ എഴുതിയതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇംപ്രവൈസ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പലതും എഴുതി വെച്ചിട്ടുണ്ടാവില്ല. പക്ഷേ സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ബസ്സിൽ നിന്ന് കുറച്ച് കുട്ടികൾ സ്കൂൾ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതെൻ്റെ എഴുതി വെച്ചിരിക്കുന്ന കുട്ടികൾ പൊഴിഞ്ഞിറങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ പൊഴിയുക എന്ന് പറഞ്ഞാൽ പൂക്കളൊക്കെയാണ് നമ്മൾ പൊഴിയുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊഴിഞ്ഞിറങ്ങുന്നു എന്നുള്ളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് എത്തുന്നത് എന്താ, ഇതൊരു ഹൈ സ്പീഡ് ഷോട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു സ്ലോ മോഷനിലായിരിക്കും ഈ കുട്ടികൾ ഇറങ്ങുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സാഹിത്യകാരൻ ഇതിനെ സമീപിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നിയത്. മൂന്നാറിൽ ആണ് അതിൻ്റെ മെയിൻ ഷെഡ്യൂൾ ഉണ്ടായിരുന്നത്. മൂന്നാറിൽ മാട്ടുപ്പെട്ടിയിലും മൂന്നാറും ഒക്കെ ആയിട്ട് അതിൻ്റെ ഷൂട്ടിങ്. ഒപ്പം തന്നെ ട്രിവാൻഡ്രത്ത് PTP നഗറിലും അതിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് നൊമ്പരത്തിപ്പൂ എന്ന സിനിമയിലൂടെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ നടൻ മുരളിച്ചേട്ടനുമായിട്ട് ഉള്ള ഒരു വലിയ ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പഞ്ചാഗ്നിയൊക്കെ കഴിഞ്ഞ് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പഞ്ചാഗ്നി കഴിഞ്ഞ് പിന്നീട് വരുന്ന ഒരു സിനിമയാണ് നൊമ്പരത്തിപ്പൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നടൻ്റേതായിട്ടുള്ള മറ്റു ഭാവങ്ങളോ കെട്ടുഭാവങ്ങളോ ഒന്നും ഇല്ലാതിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പലപ്പോഴും റൂം ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനും നാടകവും വായനയും ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പം തൽക്കാലം ആ കൂട്ടത്തിൽ കുറച്ച് കൂടുതൽ വായിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റിയ ഒരാളെന്നുള്ള രീതിയിൽ പലപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ഒരു വലിയ സൗഹൃദം വന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ മുരളിച്ചേട്ടനെ ഡ്രൈവിങ് പഠിപ്പിക്കുന്നതിൽ
ഒരു പങ്കുകാരൻ ഞാൻ കൂടെ ആയിരുന്നു. ആ സിനിമയ്ക്ക് വേണ്ടി ഡ്രൈവിങ് ഇത് ചെയ്യേണ്ടി ഇരുന്നുകൊണ്ട് അവിടെ രാജേന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഡ്രൈവറും ഞാനും കൂടെ മുരളിച്ചേട്ടനെ ഡ്രൈവിങ് പഠിപ്പിക്കാനായിട്ടും ഒക്കെ നിന്ന സമയങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. നമ്പരത്തിപ്പൂവിൻ്റെ ഷൂട്ട് മൂന്നാർ നടക്കുന്ന സമയത്താണ്. അപ്പം അവിടെ ഒരു തണുപ്പുള്ള സമയങ്ങളിലാണ്. അപ്പം SN ടൂറിസ്റ്റ് ഹോമിൻ്റെ പിന്നിലുള്ള ഒരു ലേക്കിനോട് ചേർന്നിട്ടാണ് ആ സിനിമ ആ സീൻ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ആദ്യത്തെ സീനാണ് എന്ന് വേണമെങ്കിൽ പറയാം. മമ്മൂക്കയാണ് അതിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ മാധവിയും തമ്മിലുള്ള ഒരു സംസാരത്തിൻ്റെ ഒരു ലേക്കിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ചെയ്യുന്നതായിട്ടാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ആദ്യ സിനിമയിൽ മുന്തിരിത്തോപ്പിൽ ക്ലാപ്പ് ചെയ്തെങ്കിൽ പോലും ആ സിനിമയ്ക്ക് ഈ ക്ലാപ്പിൻ്റെ ജോസ് തമ്മിൽ അടിക്കേണ്ടി അല്ലെങ്കിൽ സൗണ്ട് സിങ്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ക്ലാപ്പ് വെറുതെ കാണിക്കുന്നതായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നീടാണ് എഡിറ്റിങ്ങിൽ ചെന്നപ്പോൾ ഇതിങ്ങനെ ചെയ്താലാണ് സൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ധാരണ എനിക്ക് തോന്നുന്നു. ആ സമയത്തൊക്കെ ഈ നാഗര സ്പോട്ട് റെക്കോർഡിങ്ങൊക്കെ പൈലറ്റ് റെക്കോർഡിങ്ങൊക്കെ തുടങ്ങിയ കാലഘട്ടമായതുകൊണ്ടായിരിക്കാം എന്നോട് ആരും നേരത്തെ പറഞ്ഞിരുന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ സിനിമയിലേക്ക് എത്തുമ്പം ഇത് ക്ലാപ്പ് ഇങ്ങനെ അടിച്ചിട്ട് വേണം 31/2 ടേക്ക് 1 എന്ന് പറഞ്ഞ് അടിച്ചിട്ട് വേണം ഓടി മാറാൻ. അപ്പോൾ ഇത് പിന്നെ ഇതിൻ്റെ ഈ സീനിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് അവർ അഭിനയിച്ച് മാറുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ സിനിമയിൽ ലാലേട്ടൻ്റെ മുഖത്താണ് വെച്ചെങ്കിലും ഈ അനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് എനിക്കത് വലിയ പ്രശ്നം തോന്നിയില്ല. ഈ പൊതുവേ ഇങ്ങനെ മുക്കിയും മൂളിയും ഞരങ്ങിയും ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ് ഇപ്പോഴേ ആണെന്ന് അറിയാമെങ്കിൽ പോലും ഇതിനേക്കാൾ വളരെ മോശമായ ഒരു ഡെലിവറി ഉണ്ടായിരുന്ന സമയമായിരുന്നു ആ കാലത്ത്. അപ്പം ആദ്യമായിട്ട് ക്ലാപ്പ് അനൗൺസ് ചെയ്തിട്ട് ക്ലാപ്പ് കാണിക്കണം. മമ്മൂക്ക അടുത്താണ്. അദ്ദേഹം അധികം സംസാരിക്കുന്നില്ല, വളരെ ഇതായിട്ട് ഗൗരവത്തോടുകൂടി നിൽക്കുന്ന ഒരു സ്വഭാവം രീതി. ആദ്യത്തെ ദിവസം കൂടെയാണല്ലോ. അപ്പം ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞാൻ ക്ലാപ്പ് വെച്ച് ഇങ്ങനെ അനൗൺസ് ചെയ്യണമെന്നൊക്കെ എൻ്റെ അടുത്ത് രാധാകൃഷ്ണൻ ചേട്ടനാണ് അന്നും എൻ്റെ ഒരു ഗൈഡ്. അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെയാണ് പറയേണ്ടത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് ഞാൻ 16/1 ടേക്ക് 1 എന്ന് പറഞ്ഞ് ആണ് അടിക്കേണ്ടതെന്ന് വെച്ചോളൂ. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞങ്ങ് കുഴഞ്ഞു. ഇനി 16 ഇങ്ങനെ ബബ്ബ അടിച്ച് അവതെ എല്ലാവരും ചിരിയും ബഹളമായി. അതിൻ്റെ കണ്ടിന്യൂഷനിൽ കട്ട് പറഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ടേക്ക് 2 പറഞ്ഞാൽ മതി. പക്ഷേ ഞാനിത് പറഞ്ഞ് ഇത് ചെയ്തപ്പോഴത്തേക്ക് വീണ്ടും കുഴഞ്ഞു. മമ്മൂക്ക ഭയങ്കര വേറെ ആരുമില്ല ഇവിടുന്ന് ഇതൊന്നും അടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയും ദേഷ്യപ്പെടുകയും ചെയ്തു. അപ്പോഴത്തേക്ക് എൻ്റെ പണി തെറിച്ചതുപോലെയായി. ഞാൻ അപ്പോഴത്തേക്ക് പൂജപ്പുര രാധാകൃഷ്ണൻ ചേട്ടൻ ക്ലാപ്പ് വാങ്ങിച്ച് പറഞ്ഞ് ഇത് ചെയ്തു. എനിക്ക് അന്ന് ഇന്നും ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന ഈ പ്രഹരങ്ങളൊക്കെ എനിക്ക് എൻ്റെ ജീവിതം അവസാനിക്കുമെന്ന് തോന്നുന്ന ഒരവസ്ഥയാണ്. കാരണം ഇതോടുകൂടി ഞാൻ ഇല്ലാണ്ടായി പോകുമല്ലോ എന്നുള്ളൊരു ഭയം. കാരണം എനിക്ക് തോന്നുന്നു സിനിമയോടുള്ള ഒരു ഭയങ്കരമായ ഒരു ആവേശത്തോടുകൂടിയുള്ളൊരു ജീവിതത്തിൽ സിനിമയല്ലാതെ വേറെ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. അപ്പം മമ്മൂക്ക വഴക്ക് പറഞ്ഞു. അവിടെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ ചിലർ ചിരിക്കുന്നു, ചിലർ ആ പാടെ എന്ത് പറയണമെന്ന് അറിയാതിരിക്കുന്നത്. എല്ലാവർക്കും എന്നോട് താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു പയ്യനാണ് ഞാൻ. കരച്ചിലിൻ്റെ വക്കത്തായി. അപ്പം ഞാൻ സാറെന്താ പറയുന്നത്, പത്മനാഭൻ സാറെന്താ പറയുന്നത് എന്നുവെച്ചാൽ ഇതാണ് എൻ്റെ പണി, ആകെയുള്ള പണി. ഈ പണി ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വണ്ടി കയറുക എന്നുള്ളതല്ലേ അന്നൊക്കെ ഞാൻ ചിന്തിച്ച് കൂട്ടുന്നത്. സാറിൻ്റെ അടുത്ത് ഞാൻ ഭയങ്കര ആ ഷോട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചെന്ന് ഒരു സോറി പറയാനോ എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഞാൻ തല താഴ്ത്തി സാറിൻ്റെ മുന്നിൽ നിൽക്കുക. സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, സാരമില്ലടാ, നീ അത് നന്നായിട്ട് പറഞ്ഞ് പഠിച്ചിട്ട് പറഞ്ഞാൽ മതി, ഉച്ച കഴിഞ്ഞ് നീ തന്നെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് എൻ്റെ ശ്വാസം നേരെ വീഴുന്നത്. ഞാൻ രാധാകൃഷ്ണൻ ചേട്ടൻ ക്ലാപ്പ് അനൗൺസ് ചെയ്യുന്നതും പറയുന്നതും എല്ലാം ഇങ്ങനെ നോക്കി പഠിച്ചു. ഉച്ച കഴിഞ്ഞ് അടുത്ത സീൻ എടുത്തപ്പം ഞാൻ ക്ലാപ്പുമായിട്ട് വന്നപ്പം നമുക്ക് എന്നെ ഒന്ന് നോക്കി, വീണ്ടും കുഴപ്പിക്കാനാണ് വരുന്നതെന്നുള്ളത്. അപ്പം
അവിടെ ആ കടമ്പ വളരെ പ്രയാസപ്പെട്ടാണേലും വളരെ ശക്തമായി കഴിഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഇതെനിക്ക് തോന്നുന്നു പിന്നീട് 2005 തന്മാത്രയ്ക്ക് നാഷണൽ അവാർഡും ഒക്കെ കിട്ടിയ സമയത്ത് തിരുവല്ലയിൽ നടന്ന ഒരു വലിയൊരു പബ്ലിക് ഫങ്ഷനിൽ ഇവർ രണ്ടുപേരും ഈ കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. പത്മനാഭൻ സാറിൻ്റെ കൂടെ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് മൂന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് തൂവാനത്തുമ്പികളാണ്. അപ്പം നൊമ്പരത്തുപ്പുകളിൽ നിന്ന് തൂവാനത്തുമ്പിയിലേക്ക് എത്തിയപ്പോൾ ഈ ക്ലാപ്പ് അടിക്കുന്ന പരിപാടിയിൽ നിന്ന് ഞാൻ ഈ ഡ്രസ് കണ്ടിന്യൂറ്റി എഴുതുന്ന ഒരു പരിപാടിയിലേക്ക് മാറി. ഇപ്പം ഡ്രസ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് സിനിമയെ സംബന്ധിച്ചിടത്തോളം അക്കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ഇക്കാലത്തെ പോലെ വീഡിയോഗ്രാഫി ഇല്ല, ഡിജിറ്റൽ നമുക്ക് ഫോണിൽ ഷൂട്ട് ചെയ്ത് ഇത് വെക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പല കളറുകളുമൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും. ഇപ്പം ചില ഷെയ്ഡുകളൊക്കെ നമുക്ക് അങ്ങനെ എഴുതി വെച്ചാൽ പോലും ചിലപ്പം മനസ്സിലാകാതെ പോകും. ചില മുടിയുടെ എന്നുവെച്ചാൽ ഒരാൾ എങ്ങനെയാണോ ഒരു സീനിൽ ഉണ്ടാകുന്ന, ഇപ്പം ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ അമ്പലത്തിൽ ഇവർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഇവരെ തൊഴുതു മാറുന്നു എന്ന് പറയുന്നതിൻ്റെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വേറെ ദിവസമായിരിക്കും എടുക്കുക. അപ്പം ഇതേ രീതിയിൽ തന്നെ ഇപ്പം മുടി ഹെയർ സ്റ്റൈലും ഡ്രസ്സിൻ്റെ കാര്യങ്ങളും എല്ലാം അതേപോലെ പകർത്തേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു ഫോട്ടോ ഫിനിഷിൽ ഈ കാര്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കുക എന്നാണ്. അപ്പം ചിലർ എഴുതും എൻ്റെ അമ്മ അമ്പലത്തിൽ പോകുമ്പോൾ പിന്നിടാറുള്ളത് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഒരു ഇമേജ് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നറിയാം. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ടെക്നിക്കുകളിൽ കൂടെയാണ് അതൊക്കെ ഈ അസിസ്റ്റൻ്റ് ഡയറക്ടർമാരുടെ ഒരു ലോകമാണ്. ചിലർ അത്തരം കാര്യങ്ങൾ അവർക്കിടയിലുള്ള ചില തമാശകളും ആകുലതകളും ഒക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ പറയാവുന്നതാണ്. അപ്പം ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രം മോഹൻലാലിൻ്റെ ജയകൃഷ്ണനും സുമലതയുടെ ക്ലാരയും പാർവതിയുടെ രാധയും ഒക്കെയാണ്. അപ്പോൾ ഇതിൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു സീനാണ് ക്ലാരയും ജയകൃഷ്ണനും തമ്മിൽ ഒരുമിച്ച് കണ്ടുമുട്ടുന്നതും അവർ തമ്മിൽ ഒരു ദിവസം ആദ്യമായിട്ട് ഒരു പുരുഷനെ ക്ലാര അറിയുന്നതും പിന്നീടാണ് ക്ലാര മനസ്സിലാക്കുന്നത് ജയകൃഷ്ണനും ആദ്യമായിട്ട് ആയിരുന്നു ഒരു സ്ത്രീയെ അറിയുന്നത് എന്ന് പറയുന്നുള്ളൊരു വലിയൊരു വൈകാരികമൊക്കെ ആയിട്ടുള്ള മാനസികമായിട്ടുള്ളൊരു അടുപ്പം ഇവർ തമ്മിൽ ഉടലെടുക്കുന്നതിൻ്റെ പിൻബലമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവരൊരുമിച്ച് കടപ്പുറത്ത് ഒരുമിച്ചാകുന്നതും തിരകളിൽ കുളിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു രംഗം. അതൊരു 3-4 ദിവസമായിട്ടാണ് ഈ കടപ്പുറത്തുള്ള രാത്രിയിലെ ഇവർ തിരമാലകളോടൊപ്പം ചേർന്ന് ഉള്ള ആ സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ ഇവർ മൊത്തം ശരീരം രണ്ടുപേരും നനഞ്ഞു. സുമലത എന്നൊരു വൈറ്റിൽ ഡോട്ട്സ് ഉള്ള ഒരു നൈറ്റിയാണ് ഇട്ടിരുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള കണ്ടിന്യൂറ്റികളെല്ലാം നമ്മൾ ഓരോ ഷോട്ട് കഴിയുമ്പോഴത്തേക്ക് അടുത്ത് ചെന്നിട്ട് എഴുതി വെക്കും. ഇപ്പോൾ ഷോട്ടിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ട്, ഇതിൻ്റെ ഒരു ആക്ഷൻ കണ്ടിന്യൂറ്റി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ചിലപ്പം നനഞ്ഞ് മുന്നോട്ടാണ് ഈ ഷോട്ടിൽ കിടന്നിരുന്നത്, അല്ലെങ്കിൽ പിന്നോട്ടാണ് കിടന്നിരുന്നത് എന്നൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ടുള്ള എല്ലാം നമ്മൾ എഴുതി വെച്ചിട്ടാണ് അതേ രീതിയിൽ അടുത്ത ഷോട്ടിലോട്ട് അവരെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ ഷൂട്ടിങ് രാത്രി നേരം വെളുക്കാറാകുമ്പോഴത്തേക്ക് കഴിയുന്നു. പിറ്റേ ദിവസം വീണ്ടും അതേ സീൻ ഷൂട്ട് ചെയ്ത് അതിൻ്റെ ബാലൻസ് ഷോട്ടുകൾ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ഒരു സന്ധ്യയോടുകൂടി ഒരുക്കങ്ങൾ ആകുന്നു. ലൈറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുമലതയുടെ ആയടുത്ത് ഞാൻ ഈ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുക, ഇന്ന ഡ്രസ്സാണ് ഇന്ന കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഷൂട്ട് ചെയ്തപ്പോൾ ഈ നൈറ്റി നനഞ്ഞ് കഴിയുമ്പോൾ പ്രത്യേകിച്ച് വെള്ള ട്രാൻസ്പെറൻറ്റ് നൈറ്റി ആകുമ്പോഴത്തെ ഇതിൻ്റെ അണ്ടർ ഗാർമെൻറ്റിൻ്റെ കളറ് നമുക്ക് പുറത്തു നിന്ന് കാണാൻ പറ്റും. അപ്പം അതേ കളറിലുള്ള അത് തന്നെ ആ കളറാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അവരത് പരിശോധിച്ചപ്പോൾ
അവരത് നോട്ട് ചെയ്യുകയോ ചെക്ക് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മറ്റൊരു കളറാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഇത് അനുവദിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് തർക്കിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ തുലവും ഞാനൊരു സ്ത്രീകളോട് അത്രയധികം ഇതിൽ സംസാരിക്കാത്ത ഒരാളായതുകൊണ്ട് ഞാൻ ചെന്ന് എൻ്റെ ചീഫായ അസോസിയേറ്റ് ഡയറക്ടർ സുരേഷ് ഉണ്ണിത്താനോട് ഞാൻ ഈ വിഷയം പറഞ്ഞു. കാരണം ഇത് രണ്ടാമത്തെ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് നനഞ്ഞിട്ട് നേരത്തെ ഒരു റെഡ് കളറാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രീൻ കളറാണെങ്കിൽ സീനുകൾക്കിടയിൽ അങ്ങനെ മാറ്റം വരാൻ പറ്റാത്തതുകൊണ്ട് കണ്ടിന്യൂറ്റി തെറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ ഉണ്ണിത്താൻ ചേട്ടൻ ചെന്ന് അവരുമായിട്ട് സംസാരിച്ചു. പക്ഷേ അവർ അതിന് കൂട്ടാക്കുന്നില്ല. കാരണം അവിടെ നിന്ന് എത്രയോ ദൂരം സഞ്ചരിച്ചാൽ മാത്രമാണ് ഈ താമസിക്കുന്ന എനിക്കൊന്നും വാടാനപ്പള്ളിയിലെ മറ്റാണ് അന്ന് ഷൂട്ട്. അവിടുന്ന് ഈ കാസിനോ ഹോട്ടലിലേക്കുള്ള ഒരു ദൂരം യാത്ര എന്നൊക്കെ പറയുന്നത് എന്നെ ഒഴിവാക്കാനായിട്ടാണ് ഇവർ തർക്കിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വിഷയം സാറിൻ്റെ അടുത്ത് ചെന്നു. ഷൂട്ടിങ് അന്ന് നടക്കത്തില്ല എന്നുള്ളൊരു അവസ്ഥ എത്തി. അപ്പം ഇത് കേൾക്കുന്നവർക്കൊക്കെ ഭയങ്കര ഒരു ഉള്ളിൽ ചിരിയാണ്. കാരണം ഇവൻ ഇതൊക്കെയാണോ പണി? ഈ സുമലതയുടെ അണ്ടർ ഗാർമെൻറ്റിൻ്റെ കളർ എഴുതി വെക്കുന്നതാണോ ഇവൻ? അയാൾ കൊള്ളാമല്ലോ. ഇങ്ങനെ പല പല കമൻറ്റുകൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വളരെ ഗൗരവമായ ഒരു കാര്യമായിരുന്നു. പിന്നീട് അവരെ റൂമിലേക്ക് പറഞ്ഞയച്ചിട്ട് അതെല്ലാം ചേഞ്ച് ചെയ്ത് വരുമ്പോഴാണ് അത് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പം ഒരുപാട് പേര് പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് എൻ്റെ ഗൗരവത്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന സാറിന് ഞാൻ എത്രത്തോളം ഡീറ്റെയിലിങ് എന്നെ ഏൽപ്പിക്കുന്ന ജോലികളിൽ പോകുന്നു എന്നുള്ളതിന് എന്നെ വലിയ അപ്രിസിയേഷനോടുകൂടിയാണ് സാറ് എന്നെ അതിന് സ്വീകരിക്കുകയുണ്ടായത്. അപ്പം ഇതൊക്കെ ഒരു പ്രോസസ്സ്, ഒരു ലേണിംഗ് പ്രോസസ്സിൽ ഇത് ലേണിംഗ് പ്രോസസ്സിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വളരെ എളുപ്പമാണ്. കാരണം ഒരു മൊബൈൽ ക്യാമറയിൽ ആ സീനിൻ്റെ ഓരോ ഷോട്ടുകളും നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മോണിറ്ററിൽ കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണാം. അപ്പോൾ സിനിമയുടെ ഒരു വളർച്ച അല്ലെങ്കിൽ സാങ്കേതികത്തിൻ്റെ വളർച്ച, ഒരു ഡിജിറ്റൽ യുഗത്തിലേക്കുള്ളൊരു വളർച്ച എന്ന് പറയുന്നത് വലിയ ഒരു മാറ്റം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു പ്രോസസ്സിലൂടെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വന്നു എന്ന് പറയുന്നത് വളരെ ഭാഗ്യമുള്ള കാര്യങ്ങളാണ്. കാരണം ഒരുപാട് വളരെ പ്രാഥമികമായിട്ടുള്ള ഒരുപാട് പ്രോസസ്സുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. AVM ഗാർഡൻ സ്റ്റുഡിയോയിൽ സുമലതയ്ക്ക് ക്ലാരയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് ഇരിക്കുകയാണ് ആനന്ദവല്ലി ചേച്ചി. ആ സമയത്താണ് എന്നെ പുറത്ത് നിന്ന് പ്രൊഡക്ഷൻ്റെ ആൾക്കാർ വിളിച്ച് പറഞ്ഞു, നാട്ടിലേക്ക് പെട്ടെന്ന് പൊക്കോളൂ, വൈകുന്നേരത്തെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഉപ്പാപ്പന് സുഖമില്ലായിരിക്കുകയാണ്, അത്യാവശ്യമായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പം ആദ്യം അങ്ങനെയാണ് പറഞ്ഞത്, ടിക്കറ്റിനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത്. അപ്പോൾ സാറ് പുറത്തേക്ക് വന്നു. സാറിന് നന്നായിട്ടറിയാം എനിക്ക് അച്ഛനില്ലെന്നും അമ്മയില്ലെന്നും എൻ്റെ ഈ കൊച്ചച്ഛൻ എൻ്റെ ഉപ്പാപ്പനാണ് എന്നെ ഏതെങ്കിലും തരത്തിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെയുള്ള അറിയാം. പണ്ടത്തെ കാലത്തുള്ളൊരു സ്ഥിരമായ ഒരു പരിപാടിയാണല്ലോ, നമ്മൾ ഈ മരണം അറിയിക്കാതെ നമ്മളെ അതിൻ്റെ ഒരു വലിയൊരു ആദിയോടുകൂടി നമ്മളെ ഒരു യാത്ര ആക്കാനായിട്ട് അങ്ങനെയൊക്കെ ശ്രമിക്കണം. അപ്പം സാറ് പക്ഷേ അവിടെ വന്ന്, ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നെ ഹഗ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ കൊച്ചച്ഛൻ ഇനിയില്ല. അപ്പോൾ ഈ മരണം ഞാൻ സാറിൽ നിന്നാണ് കേൾക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇമോഷണലായി. കാരണം എന്നെക്കുറിച്ച് പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ആൾക്കാരുടെ കുറച്ച് കണ്ണുകളേ ഉള്ളൂ എന്നെ നോക്കി നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഏറ്റവും എൻ്റേതെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അങ്ങനെ എന്നെ ഒരുപാട് ഒരു ഫിലിം മേക്കറായി കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് മടിയിൽ കിടത്തി. സാറ് മടിയിൽ കിടത്തിയിട്ട് ഒരുപാട് നേരം അങ്ങനെ കിടത്തി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മരണം ഉണ്ടാകുന്ന വേദന ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഞാൻ സാറിൻ്റെ വീട്ടിലെ കുടുംബത്തിലെ ഈ ആണുങ്ങളായിട്ടുള്ള പുള്ളിയുടെ സഹോദരങ്ങളൊക്കെയും ഈ 50 വയസ്സിന് മുകളിലേക്ക് അവർക്ക് ആയുസ് ഉണ്ടാകുന്നില്ല. ഇപ്പം പക്ഷേ ഒരു ധരഞ്ചേട്ടൻ ഒരാൾ ഉണ്ട്, ബാക്കിയുള്ളവർക്കൊക്കെ ആയുസ് അങ്ങനെ
നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും മരണം ഫേസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹനെ ഇങ്ങനെ മടിയിൽ കിടത്തിക്കൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചതുമൊക്കെ ഇങ്ങനെ ഈ നിമിഷം പോലെ ഞാൻ ഈ ഗാർഡൻ സ്റ്റുഡിയോയുടെ ഒരു വരാന്തയിൽ വെച്ച് എന്നിട്ട് എന്നെ വളരെ സേഫായിട്ട് മദ്രാസ് മെയിലിന് കയറ്റി അയക്കുകയുണ്ടായി. എനിക്ക് പത്മനാഭൻ സാറിനോടൊപ്പമുള്ള ഒരു ഫോട്ടോ പോലും എൻ്റെ കയ്യിലില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു ഫോട്ടോയുടെ മുന്നിൽ അല്ലെങ്കിൽ അങ്ങനൊരു ആഗ്രഹത്തിൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് എപ്പോഴും എല്ലാവരും നമ്മുടെ പുറത്തോട്ട് നിന്ന് കഴിഞ്ഞാൽ ഉടനെ ഓരോ സെൽഫി എടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഫോട്ടോ സൂക്ഷിക്കുന്നൊരു പതിവുണ്ട്. പക്ഷെ അന്ന് ആ രീതി അതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒരു നാനായിലോ മറ്റോ ഫിലിം മാഗസിനോ വന്നു കഴിഞ്ഞാൽ അത് വാങ്ങിച്ച് കാണുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഞാനൊരു ഫിലിം മേക്കറായി കാണണമെന്ന് ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ഒരാളെവിടെയായിരുന്നു എൻ്റെ ഉപ്പാപ്പൻ. പുള്ളിക്ക് ഞാനൊരു 3 സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് 3ാമത്തെ സിനിമ വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഒരുപാട് പേരെ അന്വേഷിച്ചു, കിട്ടിയില്ല. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഹരിപോത്തൻ സാറ് തൊട്ടടുത്തും ഇങ്ങനെ സാറിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, ഇവർ സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാനെന്തോ എൻ്റെ വർക്കുമായിട്ടിങ്ങനെ സെറ്റിൽ നിൽക്കുകയാണ്. അപ്പം എനിക്കന്ന് തീരെ മെലിഞ്ഞ് ഇച്ചിരി മുടിയൊക്കെ നീട്ടി ഇച്ചിരി ഉശാന്താടിയൊക്കെ ആയിട്ട് കണ്ടാലൊരു അലമ്പ് ലുക്കിൽ തന്നെയാണ് ആ കഥകളിലുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഡ്രഗ് മാഫിയ അല്ലെ ഡ്രഗിൻ്റെയൊക്കെ ആൾക്കാരെന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് അവർ അന്വേഷിക്കുന്നത്. അപ്പം ഹരിപദൻ സാറ് എന്നെ കണ്ണ് കാണിച്ചിട്ട് സാറിൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്ക് ഇവനെ ഉപയോഗിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പം സാർ എന്നെ നോക്കി എന്നെ വിളിച്ചു, നിനക്ക് ആ ക്യാരക്ടർ ചെയ്യാമോ എന്ന് ചോദിച്ചു.